പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന ആദർശിന് ഉമ്മ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. നയന എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ അയ്യോ കറക്റ്റ് സമയത്താണല്ലോ ചെറിയമ്മ വന്നിരിക്കുന്നത്, പെട്ടു എന്ന് പറയാണ്. തുടർന്ന് ജാനകി റൂമിന് കതക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിന് ലോക്കമുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെക്കുറിച്ച് അറിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കേൾക്കുമ്പോൾ ആദർശ് ചുമലിന്റെ മേലെ കൈവച്ചിട്ട് തല ഇങ്ങനെ ഇടിക്കുകയാണ് കേട്ടോ. അയ്യോ എനിക്ക് ഇത് തന്നെ കിട്ടണമെന്ന് പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട്, സോറി ഈ സമയത്ത് വന്ന് ശല്യം ചെയ്തതിനും. പിന്നെ നയനെ നാളെയല്ലേ വളകാപ്പ്, അതുകൊണ്ട് ഒരുപാട് ജോലിയുണ്ട്, നീ താഴേക്കൊന്ന് വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വരാ എന്ന് പറയണം കേട്ടോ നയന. അങ്ങനെ ചെറിയമ്മ അവിടുന്ന് പോവാണ്. അങ്ങനെ ജാനകി പോയതിന് ശേഷം നയന ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താ ആദർശേട്ട ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാത്തിനും കാരണം ആദർശേട്ടനാണ്. ഇപ്പോ ചെറിയമ്മ എല്ലാം തെറ്റായിട്ട് ധരിച്ചിരിക്കുകയാണ്, ഇനി ഇതൊന്നും ഞാൻ അറിയാതെ ചെയ്തതാണെന്നുള്ള കാര്യം പറഞ്ഞ് നിങ്ങളെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ നയന. ഈശ്വര, ഇതെല്ലാം എൻ്റെ സമയത്തിന്റെ പ്രശ്നമാണെന്നുള്ള കാര്യമാണ് തലയിൽ കൈവച്ചിട്ട് ആദർശ് പറയുന്നത്. അത് കഴിഞ്ഞ് റൂമിലെത്തിയ ജലജയും അഭിയും കൂടി ചേർന്നിട്ട് ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ. കോൾ എടുത്ത ഉടനെ ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേ എന്നുള്ള കാര്യം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഡോക്ടർ എഴുതി മരുന്ന് കൊടുത്ത് അവൾക്ക് ജ്യൂസിൽ കലക്കിയിട്ട് തന്നെ, എന്നിട്ട് ഇതുവരെ അവൾക്കൊന്നും സംഭവിച്ചില്ല, അവൾ പാറ പോലെ നടക്കുകയാണ്, അവളെ കാണുമ്പോൾ എനിക്ക് എരിച്ച് കയറുന്നുണ്ടെന്നൊക്കെ ജലജ പറയുമ്പോൾ അതിനൊരു വഴിയുമില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ ഡോക്ടർ പറയുന്നത്. ഇനി അമ്മ ഒന്ന് ചോദിച്ചു നോക്ക്, മരുന്നെങ്ങാനും മാറി എഴുതിപ്പോയോ എന്നുള്ള കാര്യം ഒന്ന് ഡോക്ടറെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല, ഞാൻ നിങ്ങൾ എന്താവശ്യത്തിനാണോ മരുന്ന് ആവശ്യപ്പെട്ടത് അതേ കാര്യത്തിലുള്ള മരുന്ന് തന്നെയാണ് പ്രിസ്ക്രൈബ് ചെയ്തു തന്നത്. ഇനി നിങ്ങൾ മേടിച്ചതെങ്ങാനും മാറിപ്പോയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ചാൻസും ഇല്ല, പ്രിസ്ക്രിപ്ഷനിലുള്ള മരുന്ന് മേടിച്ച് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവൾക്ക് കൊടുത്തതെന്ന് ജലജ പറയുകയാണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു മരുന്ന് തരാം, അത് കൊടുക്കുക എന്നുള്ള കാര്യം ജലജയുടെ അടുത്ത് ഡോക്ടർ പറയുമ്പോൾ അതിനൊന്നും സമയമില്ല, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, അതെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ വെളിയിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് വാ, ബാക്കിയെല്ലാം ഞാൻ നോക്കാം എന്ന് പറയുന്ന സമയത്ത് അതൊന്നും നടക്കില്ല, കാരണം ഇവിടെ ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, വേറെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയണേ. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അവള് ശരിക്കും പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യമാണ്. നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ഡോക്ടറെ അടുത്ത് വീണ്ടും ജലജ ചോദിക്കുന്ന സമയത്ത് പിന്നെ എന്താണ് ഇത് റിയാക്ട് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് റീസൺ മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ നിങ്ങൾ മരുന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അവള് പ്രഗ്നന്റ് അല്ലാതിരിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്ന് ജലജ ചോദിക്കുന്ന സമയത്ത് അവളുടെ റിപ്പോർട്ടില്ലേ അത് നോക്കിയാൽ മനസ്സിലാവും. സ്കാനിങ്ങോ ബ്ലഡ് ടെസ്റ്റിനോ എന്തെങ്കിലും എന്നുള്ള കാര്യം പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അവൾ അവളുടെ ഫ്രണ്ടിന്റെ ഡോക്ടറെ അടുത്ത് എല്ലാ മാസവും ചെക്കപ്പിന് പോകുന്നതാണ്, അതിന്റെ റിപ്പോർട്ട്സ് എല്ലാം ഞങ്ങളുടെ റൂമിലുണ്ട്. തുടർന്ന് ജലജ, മാഡം പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ട്സ് ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ ഫോട്ടോസ് അയച്ചു തരാം, ഈ വളകാപ്പിന് മുമ്പ് എന്താണ് കാര്യം എന്നുള്ള കാര്യം കണ്ടെത്തണം, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്കാകെ തല പെരുത്ത് കയറുന്നുണ്ട്, എന്തായാലും റിപ്പോർട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. ഫോൺ വെച്ചതിന് ശേഷം അഭി ചോദിക്കുന്നുണ്ട്, അമ്മേ ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞ എന്നുള്ള കാര്യം, അത് ശരിയാവണോടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെ എന്താ ഞാൻ വെറുതെ വിടില്ല. തുടർന്ന് ആദർശ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്, ഒരു ഡ്രസ്സിന്റെ പാക്കറ്റുമായിട്ടാണ്. ഇതെന്താ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താണ് നീ ഇങ്ങനെ ചോദിക്കുന്നത്, എല്ലാ തവണയും നിനക്ക് എല്ലാ ഫംഗ്ഷനും ഞാനല്ലേ ഡ്രസ്സ് എടുത്ത് തരുന്നത്. ആ സമയത്ത് ആദർശ് ആലോചിക്കുന്നത് നയന ഷർട്ടും അതുപോലെ സാരിയും കാണിച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് അത് ഫംഗ്ഷൻ ഇടാം എന്ന് ആദർശ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞ് ദേവയാനി പറയുന്നുണ്ട്, ഇതിനകത്ത് മുണ്ടും ഷർട്ടും ഉണ്ട്, നീ ഫംഗ്ഷൻ ഇട്ടോ, ഞാൻ നേരത്തെ മേടിച്ച് വെച്ചതാണ്, ഹോട്ടലിലേക്കൊക്കെ പോയത് കൊണ്ട് വിട്ടുപോയതാണ്, ശരിടാ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോവാണ് കേട്ടോ. ദേവയാനി പോയതിന് ശേഷം ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇതിപ്പോ എന്ത് ചെയ്യും, അമ്മയും ഡ്രസ്സ് എടുത്ത് തന്നിരിക്കുന്നു പാർട്ടിക്കിടാൻ വേണ്ടിയിട്ട്, നയനയും ഡ്രസ്സ് എടുത്ത് തന്നിരിക്കുന്നു, ഒരു കുടുംബസ്ഥനായ ഞാൻ എന്തോരം കഷ്ടപ്പെടണം, ഇതിപ്പോ നയനയുടെ തിടുവോ അമ്മയുടെ തിടുവോ എൻ്റെ ഒരു കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണേ. തുടർന്ന് കാണിക്കുന്നത് ജലജ റൂമിലേക്ക് കയറി ചെല്ലാണ് കേട്ടോ, അബിയുടെയും നവ്യയുടെയും, എന്നിട്ട് റിപ്പോർട്ട്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പുറത്ത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്നു പോവാണ് നവ്യ. ഇത് കണ്ടുകൊണ്ട് നയന അരികിലേക്ക് വന്നിട്ട്, എന്താ ചേച്ചി ഇത് ബ്ലൗസ് കീറിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറയാണ്. ഓ ഞാനത് ശ്രദ്ധിച്ചില്ല,
പോയി മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നവ്യ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് ജലജ റിപ്പോർട്ടൊക്കെ കയ്യിലെടുക്കുകയാണ് കേട്ടോ. നവ്യ വരുന്നുണ്ട് കണ്ടപ്പോൾ ഉടനെ തന്നെ ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ട് വേറെന്തോ തിരയുന്ന പോലെ കാണിക്കുകയാണേ. എന്താ അമ്മേ ഇവിടെ നോക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഒരു ഫയല് അബിയുടെ എന്ന് പറയാം. അല്ല ഒരു ബ്രേസ്ലെറ്റ് അത് നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് അതിനകത്തുള്ള ഒരു ബ്രേസ്ലെറ്റ് എടുത്തിട്ട് ഇതാ ഈ ബ്രേസ്ലെറ്റ് ആണ് നാളെ ഫംഗ്ഷന് ഇടാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് അവിടുന്ന് പോവാണ്. പക്ഷെ നവ്യക്ക് എന്തോ ഡൗട്ട്, ഇതുവരെ അമ്മ ഇങ്ങനെ കബോർഡൊന്നും തപ്പിയിട്ടില്ല. ഇനി ഒരു പക്ഷേ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ചോദിച്ചപ്പോൾ ഒന്ന് തപ്പി തടഞ്ഞല്ലോ, ഇനി എൻ്റെ റിപ്പോർട്ട് എങ്ങാനും കണ്ടു കാണോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് വേഗം കബോർഡിൻ്റെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ നവ്യ. അങ്ങനെ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ റിപ്പോർട്ടല്ല അതിനകത്തുണ്ട്. ഭാഗ്യമുണ്ട് റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇനി ഇതിവിടെ ഇരുന്ന പ്രശ്നമാണ്, ഇത് ഞാൻ എന്തായാലും ഇനി വീട്ടിലേക്ക് പോവാണല്ലോ, അതുകൊണ്ടെല്ലാം കീറിക്കളയാ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കീറിക്കളയാണ് കേട്ടോ. കീറി നേരെ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്ത് കളയാണ്. ഇതിനെക്കുറിച്ച് ആർക്കും ഒരു തെളിവും കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നവ്യ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്.